പച്ചടി ഇരട്ട കൊലപാതകത്തിൽ സജിയുടെ മൊഴി പുറത്തുവന്നിരിക്കുന്നു. അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റിജിയെയും കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണെന്ന് പ്രതിയുടെ കുറ്റസമ്മതം. ഏപ്രിൽ 4 രാത്രിയിലാണ് വീട്ടിൽ വെച്ച് കൊലപാതകം നടത്തിയത്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളുമായി അന്വേഷിച്ചിരുന്നു അനീഷ്. പ്രതി ഇന്നലെ രാത്രിയിൽ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നിതിൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരമാണ് ഈ പ്രതിയായിട്ടുള്ള സജിയെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച്, അതായത് സജിയുടെയും മേരിക്കുട്ടിയുടെയും റജിയുടെയും വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പ് ഇന്നലെ നടന്നത്. അതായത് ഈ തെളിവെടുപ്പിനിടയിൽ സജി പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വത്തിനെ ചൊല്ലി സജിയും സഹോദരനും തമ്മിൽ മുമ്പേ തർക്കം നിലനിന്നിരുന്നു. മദ്യപിച്ചെത്തിയ സജി സഹോദരനുമായി സംഭവ ദിവസത്തിൽ വീണ്ടും തർക്കമുണ്ടാവുകയായിരുന്നു. അതായത് സംഭവ ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ 4 രാത്രിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത് സംഘർഷത്തിനും കയ്യാങ്കളിയിലേക്കും എത്തിയതായും പോലീസിനോട് സജി മൊഴി നൽകിയിട്ടുള്ളതായാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. മർദ്ദനമേറ്റ റജി നിലത്ത് വീഴുമ്പോൾ കഴുത്തിൽ ചവിട്ടി പിടിച്ചു, തുടർന്ന് തോർത്ത് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിനോട് സജി പറഞ്ഞത്. ഇതേസമയം പക്ഷാഘാതം വന്ന് തളർച്ചയുണ്ടായി ചികിത്സയിലായിരുന്ന അമ്മ മേരിക്കുട്ടിയെയും അതിക്രൂരമായി മർദ്ദിച്ചു. ഈ ശബ്ദവും ബഹളവും എല്ലാം കേട്ട് മേരിക്കുട്ടി ഇങ്ങോട്ടേക്ക് എത്തുകയും മേരിക്കുട്ടിയെയും ഇയാള് മർദ്ദിക്കുകയായിരുന്നു. ആദ്യം കൈ പിടിച്ച് ഓടിച്ചു, അതിനുശേഷം മുഖത്തും ഇടിച്ചു, മൂക്കിനും ഇടിച്ചതായിട്ടാണ് പറയുന്നത്. പിന്നീട് തല ഭിത്തിയിൽ ഇടിപ്പിക്കുകയും ചെയ്തതായും ഇയാൾ മൊഴിയിൽ പറയുകയുണ്ടായി. 2 ദിവസം ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞ് വിറകുപുരയ്ക്ക് സമീപം ഈ മൃതദേഹങ്ങൾ രണ്ടും ഇയാള് സൂക്ഷിച്ചു എന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഇതേ ദിവസം തന്നെ ഈ മൃതദേഹങ്ങൾ അവിടെ സൂക്ഷിക്കുന്ന സമയത്ത് തന്നെ പന്നിയിറച്ചി മേടിച്ച് ഇദ്ദേഹം അടുക്കളയിലെത്തി പാചകം ചെയ്ത് കഴിച്ചതായും നാട്ടുകാർ പറഞ്ഞു. 3-ാം ദിവസം രാത്രിയാണ് സജി മൃതദേഹങ്ങൾ പറമ്പിൽ കുഴിച്ചിട്ടതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കൊലപാതകങ്ങൾക്ക് ശേഷം സജി സാധാരണ പോലെ ജോലിക്ക് പോയിരുന്നു. എന്നാൽ മേരിക്കുട്ടിയെയും അതുപോലെ തന്നെ റജിയെയും കാണാതായതോടെ നാട്ടുകാർക്ക് തോന്നിയ സംശയങ്ങളാണ് കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചികിത്സയില് തേനിയിൽ പോയി, അതുപോലെ തന്നെ സഹോദരിയുടെ വീട്ടിൽ പോയി എന്നിങ്ങനെ പല മറുപടികളാണ് സജി നൽകിയിരുന്നത്. അമ്മയെയും സഹോദരനെയും കാണാനില്ലെന്ന് കാണിച്ച് സഹോദരി സിനി നൽകിയ പരാതിയാണ് വഴിത്തിരിവായത്. നെടുങ്കണ്ടം പോലീസ് വീട്ടിലെത്തിയതോടെ സജി ഒളിവിൽ പോവുകയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 2 ദിവസത്തോളം സജി സമീപത്തെ പറമ്പിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. ഇന്നലെ പോലീസ് നായയും ഡ്രോണും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നതിനിടെ സജി താഴെ റോഡിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ പിടികൂടി. ഇടുക്കി SP സാബു മാത്യു, കട്ടപ്പന DYSP എന്നിവരുടെ നേതൃത്വത്തിൽ സജിയെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്ത ശേഷം അല്പസമയത്തിനകം സജിയെ കോടതിയിൽ ഹാജരാക്കും. ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ തീരുമാനമെന്നാണ് ഇടുക്കി SP അറിയിച്ചിട്ടുള്ളത്. നിതിൻ. ഓക്കെ അനീഷ്, അപ്പോൾ തന്നെ പിതാവിനെ കാണാതായ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ? അത്തരം കാര്യങ്ങളിലേക്കും പോലീസ് അന്വേഷണം കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലേക്കുള്ള അന്വേഷണം എത്തുന്നത് ഇനി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും. വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. പിതാവിന്റെ തിരോധാനത്തിലടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ ഇടുക്കി SP-യോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. 2018 ഇദ്ദേഹത്തിന്റെ പിതാവിനെ കാണാതാവുന്നത്. എന്താണെങ്കിലും അതിനുശേഷം ഇയാൾ ഈ ഒരു പാസ്റ്റർ ആയിരുന്നു, സുവിശേഷ വേല ചെയ്യുന്ന ആളായിരുന്നു. ഇതിനാൽ തന്നെ മിക്കപ്പോഴും വീട്ടിൽ നിന്ന് മാസങ്ങളോളം മാറി നിൽക്കുന്ന ഒരാളായതിനാൽ തന്നെ ആളുകൾക്ക് അന്ന് സംശയം തോന്നിയിരുന്നില്ല. എന്നാൽ ഈ സംഭവം പുറത്തു വന്നതോടുകൂടി ആളുകൾ വീണ്ടും പരാതിയുമായി രംഗത്ത് എത്തുകയായിരുന്നു. എന്താണെങ്കിലും അതിലും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ശരി അനീഷ്, വളരെ വ്യക്തമാണ്. പച്ചടി ഇരട്ട കൊലപാതകത്തിലാണ് ഇപ്പോൾ സജിയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റജിയെയും കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണെന്നാണ് ഇപ്പോൾ പ്രതി പോലീസിന് നൽകിയ കുറ്റസമ്മതത്തിൽ വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 4 രാത്രിയിലായിരുന്നു വീട്ടിൽ വെച്ച് കൊലപാതകം നടത്തിയെന്നും അറിയാൻ കഴിയുന്നതിലും ഇന്നലെ രാത്രിയിൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു.